വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. നെഹമ്യാവ് 6:14. എന്റെ ദൈവമേ, തോബിയാവും സൻബലത്തും ചെയ്ത ഈ പ്രവൃത്തിക്ക് തക്കവണ്ണം അവരെയും നൊവദ്യ എന്ന പ്രവാചികയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. സ്തോത്രം. എന്റെ ദൈവമേ, തോബിയാവും സൻബലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നൊവദ്യ എന്ന പ്രവാചികയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകരെയും ഓർക്കണമേ. സ്തോത്രം. നെഹമ്യാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നമ്മുടെ ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് ആ, നമ്മുടെ യാത്ര എളുപ്പമാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അത് ചില വ്യക്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. അവരിലൂടെ നമ്മുടെ യാത്ര എളുപ്പമായി തരുമെന്ന് ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. അതിന്റെ ചില തെളിവുകളും പറഞ്ഞു. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡെസ്റ്റിനി ബ്ലോക്കേഴ്സിനെ കുറിച്ചാണ്. ഡെസ്റ്റിനി ബ്ലോക്കേഴ്സ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് പോകാൻ നമ്മളെ തടയുന്ന, അതിലേക്ക് എത്താൻ നമ്മളെ തടയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ നോർമൽ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിലേക്ക് അതിലേക്ക് എത്തിപ്പെടാതെ നമ്മളെ തടുക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും പൊങ്ങി വരാറുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അനുസരണക്കേടാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട്. ഉദാഹരണം പറഞ്ഞാൽ, മോശയെ മരുഭൂമിയിൽ വെച്ച് കർത്താവ് പറഞ്ഞു, പാറയെ അടിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞപ്പോ മോശ രണ്ടാമത്തെ വട്ടം പാറയെ അടിച്ചു. സ്തോത്രം. ആ അനുസരണക്കേട് ഫലമായിട്ടാണ് മോശ കനാൻ ദേശിൽ എത്താൻ കഴിയാതെ പോയ നമ്മൾ വചനം വായിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണങ്ങൾ വേറെ ഉണ്ടാകാം, പക്ഷെ പ്രധാനമായും ഇവിടെ വചനം പറയുന്ന ഒരു കാരണം ഇതാണ്: അനുസരണക്കേട്. മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയെ അടിച്ചു എന്നുള്ള ഒരു തെറ്റ് അവിടെ സംഭവിച്ചു. അനുസരണക്കേടിലൂടെ മോശയ്ക്ക് ദൈവത്തിച്ചിരുന്ന ആ കനാൻ ദേശത്തെ കടക്കുവാൻ കഴിയാതെ പിസ്ഗയിൽ വെച്ച് മോശ മരിച്ചു. സ്തോത്രം. അനുസരണക്കേട് ഒരു ഡെസ്റ്റിനി ബ്ലോക്കറായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിൽക്കാറുണ്ട്. പലപ്പോഴും നല്ല, മോസ്റ്റ് ഓഫ് ദ കേസസ് അത് അനുസരണക്കേട് അങ്ങ് തന്നെയാണ്. അത് നമ്മുടെ ഡെസ്റ്റിനി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അനുസരണക്കേട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ശിംശോന്റെ കാര്യം നോക്കുമ്പോൾ പാപം എന്ന് പറയുന്ന ഒരു വസ്തുത, പ്രത്യേകിച്ച് രഹസ്യ പാപം എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മുടെ ഡെസ്റ്റിനിലേക്കുള്ള നമ്മുടെ യാത്രയെ തടയുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ രഹസ്യ പാപങ്ങൾ എന്ന് വെച്ചാൽ. അത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ കഴിയാതെ അതിന്മേൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്തോത്രം. പക്ഷെ അത് ഉറപ്പായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. കർത്താവിന്റെ ഒരു ടച്ച് മതി. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന പലപ്പോഴും ഇത്തരം പാപങ്ങളെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ അത്തരം പാപങ്ങളുടെ കാരണം ഈ നമ്മളെ വിട്ടുപിരിയാൻ നിൽക്കുന്ന ചില പാപങ്ങളുടെ കാരണം ഒരുപക്ഷെ ഒരു പൈശാചികന്റെ സ്വാധീനമൊക്കെ ആയിരിക്കാം. അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചില കേസുകൾ അങ്ങനെയാണ്. നമുക്ക് എത്ര ആഗ്രഹിച്ചിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ നമ്മളവരങ്ങനെ ആണെന്നുള്ള ഞാൻ പറയുന്നത്. പൊതുവെ ഞാനത് പറയുക, കാരണം നമ്മുടെ ഒരു സത്യങ്ങൾ പലപ്പോഴും നമ്മൾ പറയേണ്ടി വരും. കാരണം ശിംശോന്റെ കാര്യത്തിൽ നോക്കിയാൽ ശിംശോന് ചില പാപങ്ങളെ അതിനെ കളയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് ശിംശോന്റെ അധപതനം സംഭവിച്ചത്. അത് നമ്മളവരങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ജനറൽ കേസ് ഞാൻ പറയുക, ചില പാപങ്ങൾ, അത് ചില കാഠിന്യമേറിയ പാപങ്ങൾ നമുക്ക് എത്ര ആഗ്രഹിച്ചിട്ടും വിട്ടുപോകാൻ കഴിയാതെ നമ്മളെ അത് പിടിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിലൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില പൈശാചിക ശക്തികളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മളവരങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ അതിന്റെ കാരണങ്ങളെ കുറിച്ച് ഞാൻ പറയുക. സ്തോത്രം. അതായത് ചില കട്ടിയേറിയ പാപങ്ങൾ നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ അനുസരണക്കേട്, അതുപോലെ രണ്ടാമത്തെ കാര്യം പാപം, അതൊരു നമ്മുടെ ഡെസ്റ്റിനി ബ്ലോക്കറാണ്. ഡെസ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില ഘടകങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വാക്യം വായിച്ചതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് വേറൊരു തലത്തിലാണ്, വേറൊരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നെഹമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ, നെഹമ്യാവ് യെരൂശലേമിന്റെ പട്ടണത്തിന്റെ മതിലുകൾ പണിയാൻ വേണ്ടി തിരിച്ചു കഴിയുമ്പോൾ എത്തിയ ശേഷം നെഹമ്യാവിന് തന്റെ ഉദ്യമത്തിൽ തന്നെ പിന്തിരിപ്പിക്കുവാനായി ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് സൻബലത്ത് തോബിയ. അപ്പൊ നമ്മൾ ഈ നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നെഹമ്യാവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സൻബലത്തും തോബിയാവും എന്ന് പറയുന്ന ആ ഡെസ്റ്റിനി ബ്ലോക്കേഴ്സ് നടത്തുന്ന ചില ശ്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആദ്യ കുറച്ച് ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 തവണ നെഹമ്യാവിന്റെ അടുത്ത ആളെ അയച്ച് പറയിപ്പിക്കുക, നീ ഇത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. സ്തോത്രം. അവനതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. അദ്ദേഹം ഏൽപ്പിച്ച അസൈൻമെന്റ്, തനിക്ക് കിട്ടിയ ഒരു അസൈൻമെന്റ് അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ശത്രു നെഹമ്യാവിന് എതിരെ പോരാടുന്നു. ആരിൽ കൂടെ? സൻബലത്ത് തോബിയ, ചില വ്യക്തികളെ അയച്ചിട്ട്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും.
അത് അവിടെ ചില തന്ത്രങ്ങൾ അതിലുണ്ട്. ഒന്നാമത് പറയുന്നത് അവനോട് വളരെ നന്നായി പറയും, നീ അങ്ങനെയല്ല ചെയ്യരുത്, നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ പറയുന്നു. അഞ്ചാം വട്ടം ഇവരെ എഴുത്തയക്കുന്നത് ഒരു കുറ്റപ്പെടുത്തലിലൂടെ, സ്തോത്രം, അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ അങ്ങനെയാ പറയുന്നത്. നിനക്ക് അഞ്ചാം വട്ടം ഒരു എഴുത്തയക്കുന്നത്, ആ, അഞ്ചാം വട്ടം അതിൽ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാ. അഞ്ചാം വട്ടം എഴുത്ത് അയക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാ: യഹൂദ രാജാവുണ്ട്, നിന്നെ കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിപ്പാൻ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ മധ്യ ഒരു കേൾവിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒരു കുറ്റം പറഞ്ഞിട്ട് അവനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം. തുടർന്ന് നമ്മൾ കാണുന്നത്, ഹാലലൂയ, പിന്നെ ഒരു ഭീഷണിയാണ്. അതായത് നീ മരിച്ചു പോകും, നിന്നെ കൊല്ലാൻ ആള് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന അനുഭവം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവിനോട് പറയുകയാണ്, അല്ലെങ്കിൽ നെഹമ്യാവ് തന്നെ പറയുകയാണ്, എന്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നൊവദ്യ എന്ന പ്രവാചിയെയും എന്നെ ഭയപ്പെടുത്താൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെ നോക്കി, ഈ പ്രവാചകന്മാരെ വരെ ഉപയോഗിച്ചു ആ സണ്ണി നെഹമ്യാവിന്റെ ആ ഡെസ്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാണ് ഇവിടെ. ഹല്ലേലൂയ. അതായത് ഒരു ആളുടെ ഡെസ്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പൈശാചിക ശക്തികൾ ഉപയോഗിക്കുന്ന അവരുടേതായ സ്കീംസ് നോക്കണം. ഒന്നാമത് അവനോട് നേരായി നോർമലായി പറയുന്നു, ചെയ്യരുത്, നിന്റെ ദൈവത്തിന്റെ ഉദ്ദേശമല്ല. രണ്ടാമത് അങ്ങനെ അതിനുശേഷം പിന്നീട് തന്ത്രമാണ് അവനെ കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്തി നോക്കുന്നു. പിന്നീട് പറയുന്നു കൊല്ലാൻ ആള് വരുമെന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നു. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവനോട് പ്രവചിക്കുക. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമേ പ്രവചിച്ച് പറയുന്നത്. പ്രവചിക്കുക, പ്രവാചകന്മാരെ ഉപയോഗിക്കുന്നു. പലപ്പോഴും പല പ്രവചനങ്ങളും പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടത്, നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് പ്രവചനം തുച്ഛീകരിക്കുക, നല്ല മുറുകെ പിടിക്കാന്ന് വചനം പറയുന്ന ആ വാക്യം അത് വളരെ ഹല്ലേലൂയ ആപ്തമാണ് ഇവിടെ, വളരെ പ്രസക്തമാണ് ഇവിടെ. പ്രവചനം കേൾക്കുക, അത് നല്ലത് മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിൽ നോക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. പ്രവാചകന്മാരും മോശമാണെന്ന്, പ്രവചനം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങളിൽ നമ്മൾ പ്രവചനം കേൾക്കുമ്പോൾ അതിനെ ഒന്ന് ശോധന ചെയ്ത് മുറുകെ പിടിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. എല്ലാ പ്രവചനങ്ങളും ദൈവത്തിനുള്ളതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാ പ്രവാചകന്മാരും ദൈവത്തിനുള്ളതുമല്ല. നമ്മുടെ ഡെസ്റ്റിനെ ബ്ലോക്ക് ചെയ്യുവാൻ പിശാച് അയക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ കുറച്ചു മാത്രം സമയം ബാക്കിയുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സംഭവങ്ങളോ കടന്നു വന്ന് ഈ നെഹമ്യാവ് മതിൽ പണിയാൻ അധിക നാളോട് വേണ്ടി വന്നില്ല. ആ സമയത്താണ് പ്രവചനം എന്ന് പറയുന്നതായി സംഭവം പൊങ്ങി വരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഡെസ്റ്റിനിലേക്ക് എത്തപ്പെടാൻ നമ്മൾ അല്പം കൂടെ സമയം മാത്രമുള്ള സമയങ്ങളിലായിരിക്കും പലപ്പോഴും ഈ പ്രവചനം എന്ന പേരിൽ ചില കാര്യങ്ങൾ പൊങ്ങി വരുന്നത്. എനിക്ക് വ്യക്തമായിട്ടറിയ ഒരാളെ ഇപ്പോഴും എനിക്ക് വ്യക്തി അറിയാം. പ്രവചനം കേട്ടിട്ട് ഒരു ജീവിതം സംഭവിച്ച ശേഷം പിന്നീട് അതിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണല്ല, എല്ലാ പ്രവാചകന്മാരും മോശമാണെന്നല്ല. പ്രവാചകന്മാർ എല്ലാവരും ഭൂരിഭാഗവും നല്ല തന്നെയാണ്. ദൈവത്തിൽ നിന്നാണ് ഭൂരിഭാഗവും പ്രവചിക്കും. പക്ഷെ അല്ലാത്ത പ്രവചനങ്ങളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം നമ്മൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ ഡെസ്റ്റിനിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ശത്രുവായിക്ക് ചില തന്ത്രങ്ങളായിരിക്കും അത്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതിലേക്ക് പെട്ടുപോകാനും നമ്മുടെ ദൈവം വെച്ച ആ ഭാവിയിലേക്ക് കയറുന്നത് നമ്മൾ ഡിലേ ആക്കുവാനും സാധ്യതയുണ്ട്. നമ്മുടെ ഭാവി ദൈവത്തിന് അറിയാം. നമ്മൾ എവിടെ ആരോ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ആരാകും ദൈവത്തിനറിയാം, പക്ഷെ ആരാകണോ തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും അന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റാ. ദൈവത്തിന് നമ്മൾ ആരാകുമെന്ന് അറിയാം, പക്ഷെ അത് ആരാകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും. അതിന്റെ പേസ്, അത് എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ആ സമയത്ത് തന്നെ നടക്കണമോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിൽ നിന്ന് മാറി നമ്മൾക്ക് അതിനെ ഡിലേ ആക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മൾ ആരാകുമെന്ന് കർത്താവിന് അറിയാം, പക്ഷെ അത് ആരാകണമെന്ന്, അത് എപ്പോൾ ആകണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ ഹല്ലേലൂയ എന്ത് പറയുന്നേ, അത് തീരുമാനിക്കാനുള്ള ആ അവസരം നമുക്കുണ്ട്. അത് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളെയും വ്യക്തികളെയും തിരിച്ചറിയുക. ദൈവത്തിൽ നിന്നാണോ അതോ നമുക്കെതിരെയുള്ള സ്കീംസ് ആണോ എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഇത് വരുന്നത് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ആയിരിക്കില്ല, പലപ്പോഴും നല്ലതായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. കേട്ടില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടില്ലേ? പലപ്പോഴും മിന്നുന്ന പോലെ ആയിരിക്കും വരുന്നത്. പക്ഷെ തിരിച്ചറിയുക, എല്ലാം പൊന്നല്ല, തിരിച്ചറിയുക. അതിൽ ജാഗ്രതയോടെ ഇരുപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഡെസ്റ്റിനി ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മളെ മാറ്റിക്കളയുന്ന ചില വ്യക്തികളാകാം, നമ്മുടെ ചില സ്വഭാവങ്ങളാകാം, ചില സംഭവങ്ങളാകാം. ഒരു ദിവസങ്ങൾ ജാഗ്രതയോടെ
അതിനെ തിരിച്ചറിയുവാൻ, അതിൽ വിജിലന്റ് ആയിരിക്കാൻ തൊക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ വചനത്തോടുള്ള നമ്മുടെ ആഗ്രഹമെല്ലാം ഇതിനെ തടയുന്ന ചില ഘടകങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് അതിനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. വിശ്വാസം സംബന്ധിച്ച് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിവസങ്ങൾ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നെഹെമ്യാവ് തിരിച്ചറിഞ്ഞു, അതിനെ ബ്ലോക്ക് ചെയ്തു, വിജയിച്ചു. നമുക്കതൊരു ഗുഡ് ന്യൂസ് ആണ്. ദിവസങ്ങൾ തിരിച്ചറിയുവാനും അതിനെ ജയിക്കാനും ഇതൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. സ്തോത്രം. തുടർന്ന് നമുക്ക്